നമസ്കാരം. ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് ആരാണ് ബ്രസീൽ മോഡൽ എന്നതായിരുന്നു. ഈ യുവതിയെ തേടി നെറ്റിസൺസ് പരക്കം പാഞ്ഞിരുന്നു. ഒടുവിൽ ഇന്ത്യയിൽ ചർച്ചയായ വോട്ട് ചോരിയിൽ പ്രതികരിച്ച ആ ബ്രസീൽ മോഡലും രംഗത്തെത്തി. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വോട്ട് കൊള്ളയ്ക്കായി ഉപയോഗിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ ആരാണ് ആ മോഡൽ എന്ന വിവരം പുറത്തു വന്നിരുന്നില്ല. ബ്രസീലിയൻ മോഡൽ ലാരിസയാണ് തന്റെ പഴയ ചിത്രം തട്ടിപ്പിന് ഉപയോഗിച്ചെന്ന വീഡിയോ സന്ദേശവുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റാണ് ബ്രസീലിയൻ മോഡലിന്റെ പ്രതികരണമടങ്ങിയ വീഡിയോ സന്ദേശം എക്സിൽ പങ്കുവച്ചത്. ഹരിയാനയിൽ സ്വീറ്റിനടക്കമുള്ള പല പേരുകളിലായി 10 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്തെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നത്. ഈ 22 പേരുടെയും പേരുകൾക്കൊപ്പം വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. തട്ടിപ്പിനെ കുറിച്ച് വിശ്വസിക്കാനാകുന്നില്ലെന്നും എല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയാണെന്നുമാണ് വീഡിയോയിൽ ലാരിസ പറയുന്നത്. തന്റെ പഴയ ഫോട്ടോയാണതെന്നും തന്നെ തട്ടിപ്പിനായി ഉപയോഗിച്ചെന്നും ലാരിസ പറയുന്നു. ഇതെന്ത് ഭ്രാന്താണെന്നും ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും വീഡിയോയിൽ ലാരിസ ചോദിക്കുന്നുണ്ട്. ഏറെ പേർ തന്റെ അഭിമുഖത്തിനായി ഇന്ത്യയിൽ നിന്നും ബന്ധപ്പെടുന്നുണ്ടെന്നും ലാരിസ പ്രതികരിച്ചു. ഇൻസ്റ്റഗ്രാമിലടക്കം ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സ് ഉള്ള ബ്രസീലിയൻ മോഡലാണ് ലാരിസ. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഒരു സ്റ്റോക്ക് ഫോട്ടോ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളതാണെന്നും വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ചിത്രം വ്യാജ വോട്ടർ ഐഡന്റിറ്റികൾക്ക് ഉപയോഗിച്ചതായി തെളിവുകൾ നിരത്തിയാണ് രാഹുൽ പ്രസംഗിച്ചത്. ബുധനാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹരിയാനയിൽ 25 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഹരിയാനയിലെ 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജനാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മൊത്തം 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം പേരും വ്യാജന്മാരാണെന്നും 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എൻട്രികൾ കണ്ടെത്തിയതായും ഇവയിൽ ചിലതിൽ വ്യത്യസ്ത പേരുകളിൽ ഒരേ ഫോട്ടോയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആരോപണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ ഗാന്ധി നിരത്തിയ പ്രധാന തെളിവുകളിലൊന്നാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം. സീമ, സ്വീറ്റി, സരസ്വതി തുടങ്ങിയ പേരുകളിൽ ഈ ചിത്രം ഉപയോഗിച്ച് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെട്ടതായും ഒരാൾ 22 തവണ വോട്ട് ചെയ്തതായും അദ്ദേഹം ആരോപിച്ചു. വോട്ടിംഗ് കണക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഐഡന്റിറ്റികൾ എങ്ങനെ പകർത്തിയെന്ന് ഈ ചിത്രം വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ചോരിയെക്കുറിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ബീഹാറിൽ ഇന്ന് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഹരിയാനയിലെ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ വോട്ടിങ്ങിൽ ആളുകളെ നിർണായക ഘടകമായി ആളുകൾ എടുക്കുമോ എന്നതടക്കമുള്ള ചർച്ചകളും വന്നിരുന്നു. എന്തായാലും വലിയ കണക്കുകൾ രാഹുൽ ഗാന്ധി നിരത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും പൂർണ്ണമായും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ വാദഗതികൾ തള്ളിക്കളയുകയും ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നത്.